കുട്ടികൾ ഭാവിയുടെ പ്രതീക്ഷയാണ്. അവരുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങൾ അവരുടെ സ്വപ്നങ്ങളെയും അവകാശങ്ങളെയും തകർക്കുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് കുട്ടികളെ സംരക്ഷിക്കുകയും കുറ്റവാളികളെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012, അതായത് പോക്സോ എന്ന പുതിയ ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരു ആക്ടിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. 2012 ഈ ആക്ട് പ്രാബല്യത്തിൽ വന്നത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന ലൈംഗിക അധിക്ഷേപങ്ങൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും കുറ്റവാളികളെ ശിക്ഷിക്കാനും തക്കതായ ശിക്ഷ കൊടുക്കുവാനുമുള്ള ഒരു സ്പെഷ്യൽ ആക്റ്റാണ് ഈ പറയുന്ന പോക്സോ ആക്ട് എന്ന് പറയുന്നത്. 2012 മാത്രമാണ് നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം നിലവിൽ വന്നതെങ്കിലും അതിനു മുൻപ് തന്നെ പല രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള സ്പെഷ്യൽ കേസുകൾക്ക് സ്പെഷ്യൽ ആക്റ്റുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻസിലും കുട്ടികളെ ലൈംഗിക അധിക്ഷേപങ്ങളിൽ നിന്നും രക്ഷിക്കണം എന്ന് പറഞ്ഞ ഒരുപാട് കൺവെൻഷനുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് കൺവെൻഷൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ അതിനു മുൻപ് ഇന്ത്യൻ പീനൽ കോഡിൽ ചില പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ പീനൽ കോഡ് ഇപ്പോൾ 2023 ഒക്കെ എടുത്ത് മാറ്റിയെങ്കിൽ പോലും പുതിയൊരു ആക്ട്, അതായത് ഭാരതീയ ന്യായ സംഹിത, പുതിയ ഇന്ത്യൻ പീനൽ കോഡിലും പ്രൊവിഷനുണ്ട്. പക്ഷേ അതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. കാരണം അതിൽ ജെൻഡർ ന്യൂട്രൽ അല്ല, കൂടുതലും സ്ത്രീകൾക്കാണ് പരിരക്ഷ. റേപ്പിനും അൺനാച്ചുറൽ ഒഫൻസസ് അല്ലെങ്കിൽ ഇൻസൾട്ട് ടു മോഡസ്റ്റി ഓഫ് എ വുമൺ അങ്ങനെയുള്ള പ്രൊവിഷൻസ് മാത്രമാണ് ഇന്ത്യൻ പീനൽ കോഡിൽ മുൻപുണ്ടായിരുന്നത്. അപ്പോൾ അതിനെല്ലാം ഒരു പരിധി ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ അതിനെ ചിൽഡ്രൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്ട് ഈസ് സെക്ഷൽ ഒഫൻസസ് എഗെയിൻസ്റ്റ് ചിൽഡ്രൻ എന്ന് ഡിഫൈൻ ചെയ്യുകയോ പണിഷ് ചെയ്യുകയോ ഒന്നും ചെയ്യാതിരുന്ന സാഹചര്യത്തിലാണ് പുതിയൊരു ആക്ട് തന്നെ നമ്മൾക്ക് വേണം എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് വന്നത്. അപ്പം അങ്ങനെയാണ് 2012 പുതിയ ആക്ട്, പോക്സോ ആക്ട് നിലവിൽ വന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട സ്കോപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു സ്പെഷ്യൽ ആക്ട് ഉണ്ടെങ്കിൽ പോലും ഇറ്റ് ഷുഡ് ആക്ട് ഇൻ കൺസണൻസ്, ഇറ്റ് ഷുഡ് ആക്ട് ഇൻ ഹാർമോണിയസ് വിത്ത് അതർ ആക്ട്. പഴയ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, പുതിയ നാഗരിക് സുരക്ഷാ സംഹിത, അതേപോലെയുള്ള സ്പെഷ്യൽ ആക്ടുകൾ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, അങ്ങനെയുള്ള ആക്ടുകളും കൂടെ ചേർന്ന് ആണ് ഈ ഒരു ആക്ടിൻ്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് എഫക്റ്റ് വരും. അപ്പോൾ ഇറ്റ് ഷുഡ് ആക്ട് ഇൻ കൺസണൻസ് വിത്ത് അതർ ക്രിമിനൽ ലോസ് ഓൾസോ. അത് കൂടുതലും കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. ഇനി ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് 2012 മുതലുള്ള കേസുകൾക്ക് മാത്രമാണ്. അതിന് മുൻപുണ്ടായിരുന്ന കേസുകൾക്കൊന്നും പോക്സോ ആക്ടിന് ആപ്ലിക്കബിലിറ്റി ഇല്ല, റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല എന്നുള്ളതാണ് അതിനർത്ഥം. ഇനി പ്രൈമറി റീസൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അധിക്ഷേപങ്ങളെ പണിഷ് ചെയ്യുക. നമുക്കറിയാം, പലപ്പോഴും ചിൽഡ്രൻ ആർ വൾണറബിൾ സെക്ഷൻ അല്ലേ, അവർക്കുണ്ടാകുന്ന പേഴ്സണൽ ഇഷ്യൂസ് പലപ്പോഴും ഷെയർ ചെയ്യണം എന്നില്ല. പലപ്പോഴും പേടിയായതുകൊണ്ടായിരിക്കാം ഷെയർ ചെയ്യാതിരിക്കുക. അതല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാണക്കേട്. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ പാരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഗാർഡിയൻ ആണെങ്കിലും ഇത്തരം സിറ്റുവേഷൻസ് ഒന്നും റിപ്പോർട്ട് ചെയ്യാതെ വരും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുട്ടികളുടെ പ്രൈവസിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എസ്പെഷ്യലി മീഡിയയുടെ മുൻപിലേക്ക് വിക്ടിമിൻ്റെ പേരോ അഡ്രസ്സോ ഡീറ്റെയിൽസോ ഒന്നും പറയാൻ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷൻ കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഇൻ കേസ് ഇഫ് എനിബഡി പബ്ലിഷസ് ദ ഡീറ്റെയിൽസ്, അതിന് തക്കതായ ശിക്ഷ പബ്ലിഷ് ചെയ്യുന്ന മീഡിയ പേഴ്സൺസിന് പോലും കൊടുക്കാൻ കഴിവുള്ള ഒരു ആക്ട് കൂടിയാണ് ഈ പറയുന്ന പോക്സോ ആക്ട്. ഇനി ട്രയലിലേക്ക് വരുവാണെങ്കിൽ, ഈ ലൈംഗിക അധിക്ഷേപത്തിന് ഇരയായ കുട്ടികൾ ട്രയലിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഈ ആക്ടിൽ ചിൽഡ്രൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കാരണം പോക്സോ ആക്ടിൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ആർ ഇൻക്ലൂഡഡ് ആസ് ചിൽഡ്രൻ ഹു ആർ പോക്സോ ചട്ടങ്ങളുടെ കീഴിൽ കുട്ടികളെ സംരക്ഷിക്കുന്നതിലെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും നിർണായക പങ്കിനെക്കുറിച്ചാണ്
വിദ്യാഭ്യാസം കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുന്നു. ശാരീരിക അതിർത്തികൾ, സുരക്ഷിത സ്പർശം, അസുരക്ഷിത സ്പർശം അല്ല, പറയാനുള്ള അവകാശം എന്നിവയെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ കുടുംബാംഗങ്ങൾക്ക് നിർണായക പങ്കുണ്ട്. ഇത്തരത്തിലുള്ള തുറന്ന സംഭാഷണങ്ങൾ കുട്ടികളെ അസ്വസ്ഥമായ സാഹചര്യങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ, പ്രതികരിക്കാനും പ്രാപ്തരാക്കുന്നു. മാതാപിതാക്കളും അധ്യാപകരും കുട്ടികൾ നേരിടുന്ന അതിക്രമം തിരിച്ചറിയാനും ശാരീരികമായോ മാനസികമായോ പെരുമാറ്റത്തിലോ ആയ അതിക്രമത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിന് ഓരോ കുടുംബാംഗത്തിന്റെയും പ്രധാന ചുമതലയാണ്. ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ, ഒരു പെട്ടെന്നുള്ള പിന്മാറ്റം അല്ലെങ്കിൽ വിശദീകരിക്കാനാവാത്ത പരിക്കുകൾ, സഹായത്തിനുള്ള കൂവലുകളുമായിരിക്കും. ഇത് എക്കാലവും ശ്രദ്ധിക്കപ്പെടണം. കുട്ടികൾക്ക് അവരുടെ ഭയങ്ങൾ പങ്കിടാനുള്ള സുരക്ഷിത സ്ഥലം അവരുടെ വീടുകളിൽ ഉണ്ടാകണം. അവിശ്വസനീയമായതോ കുറ്റപ്പെടുത്തലോ ഇല്ലാതെ ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുമ്പോൾ കുട്ടികൾ അവരുടെ ആശങ്കകൾ മാതാപിതാക്കളോട് തുറന്ന് അനുഭവം പറയുന്നു. ഈ വിശ്വാസം ദുരുപയോഗം തടയാനും പ്രാരംഭ ഇടപെടലുകൾ നടപ്പിലാക്കാനും പോക്സോ നിയമം ദുരുപയോഗത്തിന് ഇരയാകുന്നവർക്ക് നീതി ഉറപ്പാക്കുന്നു. എന്നാൽ ആദ്യ ചുവട് വയ്ക്കേണ്ടത് കുടുംബാംഗങ്ങളാണ്. അതിക്രമം റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു നിയമപരമായ കടമ മാത്രമല്ല, ഒരു നൈതിക ബാധ്യത കൂടിയാണ്. കുട്ടികളുടെ മാനസിക പിന്തുണയും ഈ പ്രക്രിയയുടെ ഭാഗമായി. മാനസിക ചികിത്സ ഒരു കുടുംബത്തിന്റെ സ്നേഹവും സഹനവും ആവശ്യപ്പെടുന്നു. ഒരു യാത്രയാണ്. പ്രൊഫഷണൽ കൗൺസിലിംഗ് വഴി കുടുംബാംഗങ്ങൾക്ക് കുട്ടികളുടെ ഭീതിയും ട്രോമയും മറികടക്കാൻ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും സഹായിക്കുന്നു. അധ്യാപകർ നിയമപരമായ ബാധ്യതയെ മനസ്സിലാക്കി കുട്ടിയുടെ അനുഭവങ്ങളെ റിപ്പോർട്ട് ചെയ്യുക, ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുക. മാതാപിതാക്കൾ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉടൻ റിപ്പോർട്ട് ചെയ്യുകയും നിയമപ്രക്രിയ ഇമോഷണൽ പിന്തുണ കുട്ടികൾക്ക് നൽകുകയും ചെയ്യുക. കുട്ടികളുടെ ക്ഷേമത്തെക്കുറിച്ച് സ്ഥിരമായി ആശയവിനിമയം നടത്തുന്നതും സ്കൂളിൽ ഒരുമിച്ച് സുരക്ഷിതത്വം പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുകയും കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് PTA ചർച്ച ചെയ്യുകയും കുട്ടികൾക്ക് സുരക്ഷിതമായ ഇടങ്ങൾ, നിരീക്ഷണ സംവിധാനം, ജീവനക്കാരുടെ തന്ത്രപരമായ പെരുമാറ്റം തുടങ്ങിയ സുരക്ഷാ പദ്ധതികൾ സ്കൂളുകളിൽ നടപ്പാക്കുന്നത് നന്നായിരിക്കും. മാതാപിതാക്കൾ വീട്ടിലെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ഓൺലൈൻ പ്രവർത്തനത്തിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ ശ്രദ്ധ വയ്ക്കേണ്ടതും വിദ്യാഭ്യാസവും ആശയവിനിമയവും നിർണായക ഇടപെടലും കൂടി കുട്ടികളെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാനാകും. ഇത് മാത്രമല്ല, അവരുടെ ഭാവി സ്വപ്നങ്ങൾ ആകർഷകരവും ഭയരഹിതവുമായ ജീവിതത്തിൽ വളരാൻ സഹായകരമായ അന്തരീക്ഷം നമുക്കൊരുക്കും. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ചേർന്ന പരിശ്രമത്തിലൂടെ നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതവും സംരക്ഷിതവുമായ ഭാവി ഉറപ്പാക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ്. കൂടിച്ചേരുക, സംരക്ഷിക്കുക, നാളെ രൂപപ്പെടുത്തുക.